പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതയാമം നമ്മുടെ ജീവിതത്തിൽ വീണ്ടും കാണുവാൻ കർത്താവ് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഒരു മഹായോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന് വിചാരിക്കുക. ആ യോഗത്തിൻ്റെ അല്ലെങ്കിൽ ആ കൺവെൻഷൻ്റെ സംഘാടകർ നമ്മെ പ്രത്യേകമായി ക്ഷണിച്ച് ബഹുമാനിച്ച് നമ്മുടെ കയ്യിൽ മൈക്ക് തന്നിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ചില മണിക്കൂറുകൾ നീണ്ടാലും സാരമില്ല, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരത്തെക്കുറിച്ച് അല്പനേരം സംസാരിക്കാമോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? തീർച്ചയായിട്ടും വാചാലരായി നമുക്ക് ദൈവസന്നിധിയിൽ പറയുവാൻ ധാരാളം അനുഭവങ്ങൾ ഉണ്ട്. അവൻ നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് നാം ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം അങ്ങ് നന്ദിയാൽ നിറയും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ കണ്ടു എന്ന് നമ്മൾ പ്രത്യാശയുടെ വാക്കുകൾ പറഞ്ഞു തുടങ്ങും. കർത്താവ് നമ്മെ രക്ഷിച്ചു, വഴി നടത്തി, ആപത്തനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ചു, കള്ളന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു, കടങ്ങളിൽ നിന്ന് വിടുവിച്ചു, ആഹാരമില്ലാതെ വിശന്നിരുന്നപ്പോൾ അവൻ നമുക്ക് ഭക്ഷണം തന്നു, ജോലിയില്ലാതെ വിഷമിച്ചപ്പോൾ നമുക്ക് ജോലി തന്നു, ചെയ്ത പ്രവൃത്തികളൊക്കെ അനുഗ്രഹിച്ചു, ഭവനം തന്നു, നല്ല കൂട്ടുകാരെ തന്നു, നല്ല കുടുംബാന്തരീക്ഷം തന്നു, നല്ല ഭാര്യയെ തന്നു, ഭർത്താവിനെ തന്നു, കുഞ്ഞുങ്ങളെ തന്നു എന്ന് വേണ്ട, അങ്ങ് വാചാലരായി നമ്മൾ സംസാരിക്കുന്നു എന്ന് വിചാരിക്കുക. എത്ര എത്ര അത്ഭുതങ്ങളാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളത്. ഇല്ലായ്മകളിൽ നിന്ന് സകലതും ഉളവാക്കി തന്ന ദൈവം എങ്ങനെ നമ്മൾ മറക്കും? എത്ര വാക്കുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തും. സകല മനുഷ്യരും നമ്മെ കൈവിട്ട സമയങ്ങൾ, സകലരും നമ്മെ തള്ളിക്കളഞ്ഞ സമയങ്ങൾ, പലരും നമ്മളെ മുടിച്ചു കളയുവാൻ വേണ്ടി അവർ ആഗ്രഹിച്ചതായ ആ കാലങ്ങളിലൊക്കെയും നമ്മൾ ഏതു വഴി തിരിയണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ സമയത്ത് ദൈവം നമ്മെ വഴികാട്ടിയായി നമ്മോടുകൂടെ ഇരുന്നു. പ്രകാശമില്ലാതെ അന്ധകാരത്തിലായിരുന്നപ്പോൾ ദൈവം നമുക്ക് പ്രകാശമായി. നാം ബലഹീനരായി താണു വീണുപോയപ്പോൾ നമ്മെ താങ്ങി എഴുന്നേൽപ്പിച്ചു. മനുഷ്യരും ഡോക്ടർമാരും നമ്മെ കൈവിട്ടു. ഇനിയും നീ സൗഖ്യമാകുകയില്ല, നിന്നെ സൗഖ്യമാക്കുവാൻ ഒരു മരുന്ന് കൊണ്ടും സാധിക്കില്ല എന്ന് നിന്റെ മേലെ രേഖ എഴുതിയപ്പോൾ അവിടെയൊക്കെയും കർത്താവ് താണിറങ്ങി വന്ന് നിന്നെ ജീവനുള്ളവരുടെ ദേശത്ത് വീണ്ടും ഇപ്പോഴും നിലനിർത്തി. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പറഞ്ഞു പുകഴുവാൻ നമുക്ക് ധാരാളം കാര്യങ്ങളുണ്ട്. മണിക്കൂറുകൾ എടുത്ത് നമ്മൾ സംസാരിക്കുന്നെന്ന് വിചാരിക്കുക. എന്നാൽ നമ്മൾ ഇത്രയും മഹത്വത്തോടെ ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച് നമ്മൾ പുകഴുമ്പോൾ, ആ പുകഴ്ത്തി പാടിയതിന് ശേഷം നമ്മുടെ പാട്ടും സംഗീതവും ധ്യാനവും വചനത്തെക്കുറിച്ചുള്ളതായ പ്രബോധനവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കയ്യിൽ നിന്ന് കർത്താവ് ആ മൈക്ക് വാങ്ങി നമ്മെക്കുറിച്ച് കർത്താവ് ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ എന്തു പറയും? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കേട്ടിരുന്നവർക്കും അറിയാം, നീണ്ട സാക്ഷ്യം നമ്മൾ പറഞ്ഞു ദൈവം ചെയ്ത ഉപകാരത്തെക്കുറിച്ച്. ഒന്നുപോലും വിട്ടുകളയാതെ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും ഇനിയും വേണമെങ്കിൽ സംസാരിക്കുവാൻ തയ്യാറായി നമ്മൾ നിൽക്കും. ദൈവവചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമ്മൾ സംസാരിച്ചെന്നിരിക്കാം, ധ്യാനിച്ചെന്നിരിക്കാം. പക്ഷെങ്കിൽ കർത്താവ് നമ്മെക്കുറിച്ച് ഒരു സാക്ഷ്യം പറയുകയാണെങ്കിൽ, അങ്ങനെ കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കർത്താവ് പറഞ്ഞ സാക്ഷ്യം കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പക്ഷെങ്കിൽ കേട്ടിട്ടുണ്ടായിരിക്കാം. യെസ്, കർത്താവ് നമ്മെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ദൈവം നമ്മെക്കുറിച്ച് വലിയ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ വലിയ സാക്ഷ്യത്തെക്കുറിച്ചാണ് ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വായിക്കാം അപ്പോസ്തലപ്രവൃത്തി 14-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. കഴിഞ്ഞ കാലങ്ങളിൽ അവൻ സകല ജാതികളെയും സ്വന്തം വഴികളിൽ നടപ്പാൻ സമ്മതിച്ചു. അതാണ് ആദ്യത്തെ സാക്ഷ്യം. നമ്മളെ സഹിതം നമ്മുടെ സ്വന്തം വഴികളിൽ നടപ്പാൻ അവൻ സമ്മതിച്ചു. സമ്മതികേടുകളൊന്നും ഉണ്ടായില്ല. നമ്മൾ സ്വന്തം വഴികളിൽ നടന്നപ്പോൾ നമുക്ക് വിരോധമായി ദൈവം എഴുന്നേറ്റ് വന്നില്ല വാളും പടയുമായിട്ട്. നമ്മെ ഉപദ്രവിച്ചില്ല. നാം സ്വന്തം വഴികളിൽ നടന്നപ്പോഴും നമുക്ക് സൗഖ്യം തന്നു, ബലം തന്നു, ആരോഗ്യം തന്നു, എല്ലാം തന്നു. അതിൻ്റെ അർത്ഥം നമ്മൾ ഏത് വഴികളിൽ കൂടെ നടന്നാലും ദൈവം നമ്മെ നടത്തുമെന്നുള്ളൊരു മിഥ്യാബോധം നമ്മളിൽ അങ്ങ്
അങ്ങ് വളർന്നു. അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിലേക്ക് നമുക്കൊന്ന് പോകാം. സകല ജാതികളെയും അവരുടെ സ്വന്തം വഴികളിൽ നടപ്പാൻ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അനുവദിച്ചു. എങ്കിലും അവൻ നന്മ ചെയ്യുകയും ആകാശത്തിൽ നിന്ന് മഴയും ഫലപുഷ്ടിയുള്ള കാലങ്ങളും നിങ്ങൾക്ക് തരികയും ആഹാരവും സന്തോഷവും നൽകി നിങ്ങളെ തൃപ്തരാക്കുകയും ചെയ്തു പോകുന്നതിനാൽ തന്നെക്കുറിച്ചുള്ളതായ സാക്ഷ്യം തരാതിരുന്നിട്ടില്ല. ഇതാണ് കർത്താവിന് നമ്മെക്കുറിച്ചുള്ളതായ സാക്ഷ്യം. നമ്മൾ സ്വന്തം വഴികളിൽ നടന്നപ്പോഴും, ദൈവത്തെ സ്നേഹിക്കാതിരുന്നപ്പോഴും, ദൈവത്തെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാതിരുന്നപ്പോഴും, ദൈവത്തെ ഉയർത്താതിരുന്നപ്പോഴും അവൻ നമ്മെ താഴ്ത്തിക്കളഞ്ഞില്ല. നമുക്ക് ഫലപുഷ്ടിയുള്ളതായ വിളവുകൾ തന്നു. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു. നമ്മുടെ രോഗത്തെ അവൻ സൗഖ്യമാക്കി. നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തില്ല. നമ്മൾ എത്ര തിന്മ ചെയ്തിട്ടും അതിന് പകരം ഇങ്ങോട്ട് തിന്മ ചെയ്യാതെ നന്മ മാത്രം നമുക്ക് വേണ്ടി ചെയ്തു. അവൻ നമ്മെ ഉയർത്തി. ഭവനമില്ല എന്ന് പറഞ്ഞപ്പോൾ ഭവനം തന്നു. ജോലിയില്ല എന്ന് പറഞ്ഞപ്പോൾ ജോലി തന്നു. വരുമാനമില്ല എന്ന് പറഞ്ഞപ്പോൾ വരുമാനം തന്നു. കടങ്ങളുടെ ആധിക്യത്തിൽ കിടന്നപ്പോൾ കടം വീട്ടാനുള്ള വഴികളെ കാണിച്ചു തന്നു. ഇല്ല എങ്കിൽ ഇപ്പോഴും ദൈവം നിനക്ക് കടം വീട്ടാനുള്ള പല മാർഗങ്ങളും ദൈവം നിനക്ക് ഉപദേശിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. ചേരാത്ത വഴികളിൽ നിന്ന് നമ്മെ വിടിവിക്കുവാൻ ദൈവത്തിനും പ്രസാദമായി. നമ്മുടെ ഇഷ്ടം പോലെ സഞ്ചരിച്ച വഴികൾ ദൈവത്തെ ദുഃഖിപ്പിച്ച സമയങ്ങളിലൊക്കെയും നമ്മെ വേദനിപ്പിക്കാതെ കരയിപ്പിക്കാതെ ദൈവം പരിപാലിച്ചു. പിന്നെയും നമ്മെ വിളിച്ച വിളി, എൻ്റെ മകനെ, എൻ്റെ മകളെ. എന്തിനാ ദൈവം ഇതൊക്കെ ചെയ്തത്? ഇങ്ങനെയൊക്കെ ചെയ്ത ദൈവത്തിന് നമ്മൾ എന്ത് പകരം കൊടുക്കും? ദൈവം ഇത്രയും സാക്ഷ്യം ചുരുങ്ങിയ വാചകങ്ങളിൽ നമ്മെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് ദൈവം നമ്മോട് ചോദിക്കുകയാണ്, ആ സാക്ഷ്യം പറഞ്ഞ ദൈവം നമ്മോട് ചോദിക്കുകയാണ്, നീ എനിക്കെന്ത് പ്രതിഫലം തരും? ആദ്യം നമുക്ക് സാക്ഷ്യം പറയുവാൻ അവസരം തന്നപ്പോൾ മണിക്കൂറുകൾ എടുത്ത് നമ്മൾ സാക്ഷ്യം പറഞ്ഞു, നമ്മൾ പാട്ടുപാടി, നമ്മൾ വചനം പറഞ്ഞു, ധ്യാനമുണ്ടായി, പ്രാർത്ഥനയുണ്ടായി, ഘോഷമുണ്ടായി, ഹല്ലേലൂയ പറഞ്ഞു, സ്തുതിയും മാനവും മഹത്വവും നമുക്കറിയാവുന്ന ഭാഷയുടെ സകല ആ ഗാംഭീര്യത്വത്തിലും സാഹിത്യത്തിലും ഒക്കെ ചേർന്നുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളെ കവരുന്ന ഭാഷയിലും ലാളിത്യത്തിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് പുകഴ്ത്തിപ്പാടി. ദൈവം മൗനമായി കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം കർത്താവ് നമ്മോട് സാക്ഷ്യം പറയുകയാണ്. ആ മൈക്ക് വാങ്ങിച്ച് പറയുകയാണ്, കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നിന്റെ സ്വന്തം വഴികളിൽ നടക്കുവാൻ ഞാൻ സമ്മതിച്ചു. വിരോധിച്ചില്ല, ഉപദ്രവിച്ചില്ല, നിന്നെ പിണക്കിയില്ല, നിന്നെ കരയിപ്പിച്ചില്ല. നീ കരഞ്ഞ സമയത്ത് കരയണ്ട എന്ന് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞു. നീ ചെയ്തതൊക്കെയും അനുഗ്രഹിച്ചു. എന്നാൽ ഇപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതുപോലെ നടക്കാതെ ഒരു പുതിയ വഴികളിൽ കൂടെ നടക്കണം. ആ വഴി എന്താകുമെന്ന് അറിയാമോ? അതേ അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഇപ്പോൾ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും സകല കഷ്ടങ്ങളിൽ കൂടെയും കടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കണം എന്നാകുന്നു ദൈവത്തിൻ്റെ താല്പര്യം. കഷ്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ തള്ളിക്കളയുന്നവനായിട്ടല്ല, കഷ്ടങ്ങളെ സഹിക്കുവാൻ സന്നദ്ധതയുള്ള ഒരുക്കപ്പെട്ട ഒരു ജീവിതമായി പരിണമിക്കേണ്ടതിന് നീ സ്വന്തം വഴികളിൽ നടന്നപ്പോഴും കർത്താവ് നിന്നെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ നിനക്ക് കഷ്ടങ്ങൾ കാണും, വേദന കാണും. അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ കൈവിട്ടു എന്ന് നീ പറയരുത്. കാരണം നീ ദൈവത്തെ വിട്ടപ്പോഴും ദൈവം നിന്നെ വിട്ടില്ല. ദൈവം നിന്നെ സ്നേഹിച്ചു. അവൻ നിന്നോടൊപ്പം വന്നു. ഒരിക്കൽ പോലും നീ കരയുവാൻ ദൈവം അനുവദിച്ചില്ല. നിന്റെ കണ്ണുനീർ അവൻ തുടച്ചു. എന്തിനാണെന്നറിയാമോ? ഒരു ദിവസം കഷ്ടങ്ങൾ അവൻ നിമിത്തം ഉണ്ടാകും. അവൻ നിമിത്തം നീ കടന്നു പോകേണ്ടതായ ചില പാടുകൾ ഉണ്ടാകും. ആ സമയത്ത് ദൈവത്തെ വിടുന്നവനായി നീ മാറരുത്. ദൈവത്തെ തിരസ്കരിക്കുന്നവനായി നീ മാറരുത്. കഷ്ടങ്ങളിൽ കൂടെ കടക്കുവാൻ സന്നദ്ധതയുള്ള ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ഉടമയായി
നീ ദൈവസന്നിധിയിൽ കാക്കപ്പെടുവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ കാലങ്ങളിൽ അതാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നിന്റെ സ്വന്തം വഴികളിൽ കൂടെ നടന്നപ്പോഴും ദൈവം നിന്നോട് വിരോധിക്കാതെ സ്നേഹമായിരുന്നു. ക്ഷമയോദിച്ചതെല്ലാം ദൈവം ക്ഷമിച്ചു. കർത്താവേ, ഞാൻ തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോഴൊക്കെ തൻ്റെ സ്നേഹം നിന്നിലേക്ക് ഊറ്റി. ഒന്നും പകരം വീട്ടിയില്ല. നീ ദൈവത്തോട് ചെയ്ത അന്യായങ്ങൾക്കൊന്നും ദൈവം പകരം ചോദിച്ചില്ല. തിന്മകൾ മാത്രമാണോ നീ പ്രവർത്തിച്ചതെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് എല്ലാം നന്മയാണ്. ഫലഭൂയിഷ്ഠമായിട്ടുള്ള അന്തരീക്ഷമുണ്ടാക്കി. ആകാശത്തിൽ നിന്ന് മഴ പെയ്ച്ചു. നിന്റെ കൃഷിയെ അനുഗ്രഹിച്ചു, നിന്റെ ജോലിയെ അനുഗ്രഹിച്ചു, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു, നിന്റെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ചു. എല്ലാവരും നിന്നെ അപമാനിച്ചപ്പോഴും തള്ളിക്കളഞ്ഞപ്പോഴും കൊന്നുകളയുവാൻ ശ്രമിച്ചപ്പോഴും ദൈവം രക്ഷകനായി കടന്നു വന്നു. യോഗ്യത കണ്ടുകൊണ്ടൊന്നല്ല. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, നീ അവിശ്വസ്തനായിരുന്നിട്ടും ദൈവം നിന്നോട് വിശ്വസ്തനായി. ആ വിശ്വസ്തതയെ ഓർത്ത് ദൈവത്തോട് ഒരു വാക്കുകൊണ്ട് മാത്രമല്ല ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു കേവലം സാക്ഷ്യമല്ല ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുവാനുള്ളൊരു മനസ്സൊരുക്കം. ദൈവത്തെ വിടാതെ ഉപേക്ഷിക്കാതെ അവൻ്റെ നാമത്തെ പ്രശംസിക്കുന്ന യോദ്ധാവായി അവനോടൊപ്പം സഞ്ചരിക്കുന്ന, കഷ്ടങ്ങളിൽ കൂടെ കടന്ന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന ഒരു ഉത്തമ പുത്രനായി, ഒരു സ്വന്തം പുത്രനായി, സ്വന്തം പുത്രത്വം നേടിയ അവകാശമുള്ളവനായി തീരുവാൻ ദൈവം നിന്നിൽ നിന്ന് പ്രതീക്ഷ അർപ്പിക്കുകയാണ്. ആ പ്രതീക്ഷയാണോ ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്നത്. വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കണം. എങ്ങനെയെങ്കിലും നീ ദൈവരാജ്യത്തിൽ ചെന്നെത്തണം. ദൈവരാജ്യത്തിന് വേണ്ടിയാണോ ദൈവം നിന്നെ സ്നേഹിച്ചത്? അവിടെ കൊണ്ടെത്തിക്കുവാൻ. നീ വഴിക്ക് വെച്ച് നീ നശിച്ചു പോകുവാനല്ല, നീ ഇടറിപ്പോകുവാനല്ല, താൽക്കാലികമായ കഷ്ടങ്ങളും അല്പനേരത്തെ ക്ലേശങ്ങളും കണ്ടുകൊണ്ട് ജീവിതത്തിൽ പരാജയം ഏറ്റുവാങ്ങുവാനല്ല. എന്നാൽ അതിനങ്ങേപ്പുറത്ത് ഒരു വിജയകരമായ ഒരു സമയം നിന്റെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. അവൻ നിന്നെ താങ്ങുന്നു, അവൻ നിന്നെ നടത്തും. ആ ദൈവരാജ്യത്തിൽ കടക്കുവാൻ തക്ക യോഗ്യതയുള്ളവനാക്കി അവൻ നിന്നെ മാറ്റുമെന്നുള്ള ഒരു പ്രത്യാശ. ഈ പ്രത്യാശയാൽ ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ നിറയ്ക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്പനേരം നമുക്കൊന്ന് ശോധന ചെയ്യാം. നാം കഴിഞ്ഞ കാലങ്ങളിൽ ഉയർത്തപ്പെട്ടത്, നടത്തപ്പെട്ടത്, സൗഖ്യമാക്കപ്പെട്ടത്, നാം സംരക്ഷിക്കപ്പെട്ടത്, പരിപാലിക്കപ്പെട്ടത്, വിടുവിക്കപ്പെട്ടതൊന്നും നമ്മുടെ പുണ്യം കൊണ്ടല്ല, നമ്മുടെ നന്മ കൊണ്ടല്ല. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നതിനാൽ കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും നമ്മുടെ ഇഷ്ടം പോലെ സഞ്ചരിക്കുവാൻ അവൻ നമ്മെ സമ്മതിച്ചു. ആ പോയപ്പോഴൊന്നും നമ്മുടെ നന്മകളൊന്നും മുടക്കിയില്ല, നമ്മുടെ വെള്ളം മുടക്കിയില്ല, ആഹാരം മുടക്കിയില്ല, വഴികളൊന്നും മുടക്കാതെ അവൻ നമ്മോടൊപ്പം നടന്നു. എന്തിനാണെന്നറിയാമോ? വിശ്വാസത്തിന് നിലനിർത്തുവാൻ. കഷ്ടങ്ങളിൽ കൂടെ എങ്ങനെയെങ്കിലും നീ ദൈവരാജ്യത്തിന് യോഗ്യനായി തീരണം. അതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. ആ ദൈവരാജ്യത്തിൻ്റെ മേന്മയെ മനസ്സിലാക്കുന്നവരായി ആ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടി ഓടുന്ന ദൈവജനമായി തീരുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.